നമ്മൾ ആദ്യം ഇങ്ങനൊരു സെക്ഷൽ അസോൾട്ട് ഒരു കുട്ടിക്ക് നടന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ എന്തിലൂടെയൊക്കെ കടന്നു പോകണം എന്നുള്ള ഒരു പ്രോസസ്സിനെ പറ്റി, ആ ഒരു ജേർണീനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് എവിടെ വേണോ റിപ്പോർട്ട് ചെയ്യാം. പോലീസ് റിപ്പോർട്ട് ചെയ്യാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാം, എവിടെ വേണോ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, ഏത് ഒഫീഷ്യൽ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഐഡൻറ്റിറ്റി വളരെ സീക്രട്ടായിരിക്കും. ചെവി പോലും നമ്മുടെ ഇങ്ങനെ സംഭവം നടന്നായിട്ട് അറിയില്ല. പോലീസുകാർ യൂണിഫോമിലല്ല വീട്ടിൽ വരുന്നത്, യൂണിഫോമിൽ ആരും വരില്ല. കുട്ടിയെ പോലീസ് ജീപ്പിൽ കയറ്റില്ല. കുട്ടിയുടെ ഐഡൻറ്റിറ്റി തൊട്ടടുത്ത വീട്ടുകാർ പോലും ഈ സംഭവം അറിയില്ല. പിന്നെ കുട്ടിക്ക് പ്രതിയെ ഒരിക്കൽ കാണിച്ചു കൊടുക്കും. കാരണം ഐഡൻറ്റിഫിക്കേഷൻ എന്നൊരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കും. നിയമപരമായിട്ട് അത്യാവശ്യമുണ്ട്, അത്രയും ഒരിക്കൽ കാണിച്ചു കൊടുക്കുമെന്നല്ലാതെ. അതുകൊണ്ട് വളരെ സീക്രട്ടായിട്ടാണ് എല്ലാ കാര്യവും. തൊട്ടടുത്ത വീട്ടുകാർ പോലും അറിയില്ല. അതുള്ള പ്രശ്നം എന്താണ്? ഇനി കൊച്ചിൻ്റെ ഭാവി എന്താവും, കുട്ടി ഒറ്റപ്പെടൂലേ, മറ്റുള്ളവർ ഒഴിവാക്കൂലേ, ആ ഒരു ചിന്താഗതി വീട്ടുകാർ മാത്രമല്ല സമൂഹം മാറ്റണം. ഒരു കുട്ടി മനഃപൂർവ്വം ചെയ്തതല്ലോ. കുട്ടിക്ക് വേറൊരാൾ വന്ന് അസോൾട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി വിളിച്ചു വരുത്തുന്നതല്ലല്ലോ. അപ്പോൾ അത് ഒരു സമൂഹം, നമ്മുടെ വീട്ടുകാരും എല്ലാം അത് മാറ്റണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സംഭവങ്ങൾ പല കാര്യങ്ങളും കുട്ടിയെ നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ സംഭവം വരുമ്പോൾ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അതൊരു ഡിഫൻസ് മെക്കാനിസവും കൂടിയാണ്. എന്നുവെച്ചാൽ കുട്ടികളുടെ ഡിഫൻസ് മെക്കാനിസം എടുക്കണം. രക്ഷിതാക്കളും തീരുമാനം ആരൊക്കെ വീട്ടിൽ കയറാം, എൻ്റെ കൊച്ചിനെ ആരൊക്കെ കൊണ്ടുപോകാം. പിന്നെ ചില സാഹചര്യങ്ങൾ പറ്റില്ല. നമുക്കിപ്പം ഒരു കുട്ടിയെ നമുക്ക് ദിവസവും എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ആ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാനും പറ്റും. ഇതിനുള്ളവരെ നമുക്ക് കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സാധിക്കും.